റിട്ടയർമെൻ്റ് എന്നത് അനിവാര്യമായ ഒന്നാണ്. ഞങ്ങൾക്കൊഴിച്ചു, രാഷ്ട്രീയക്കാർക്കൊഴിച്ചു. ഉദ്യോഗസ്ഥന്മാർക്ക് എല്ലാവർക്കും റിട്ടയർമെൻ്റ് ഒരു ഏജുണ്ട്. കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളിലെല്ലാം ആ ഏജിൻ്റെ ഡിഫ്യൂസും ഓൾ ഇന്ത്യ സർവീസിലുള്ളവരുടെ റിട്ടയർമെൻറ്റ് പ്രായമാകുമ്പോൾ റിട്ടയർ ചെയ്യും. ആ അനിവാര്യമായ റിട്ടയർമെൻറ്റിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് 2 സംസ്ഥാന സർവീസിലെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർ, ഒന്ന് ചീഫ് സെക്രട്ടറി ഡോക്ടർ എ ജയതിലനും അതുപോലെ ഡോക്ടർ രാജൻ ഗോപിയുടെയും ഇന്ന് റിട്ടയർ ചെയ്യുന്നു. റിട്ടയർ ചെയ്യുന്ന 2 പേർക്ക് ഞാൻ സംസ്ഥാന സർക്കാരിൻ്റെ പേരിൽ പ്രത്യേക ആശംസകൾ, അവരെ ഈ സ്റ്റേറ്റിന് ചെയ്ത സർവീസിനുള്ള നന്ദി പ്രത്യേകമായി പറയാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നു. നമുക്കറിയാം, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു യോഗ്യം പറഞ്ഞു. ഞാൻ കുട്ടിയായിരിക്കുന്നു എൻ്റെ അടുത്ത വീടുകളിലൊക്കെ ഈ ചിലർ റിട്ടയർ ചെയ്യും. അപ്പോൾ അവരുടെ ഓഫീസിലെ ജീവനക്കാരും കൊണ്ടുവന്ന് ഇവർ വീട്ടിലാണ്. അപ്പം അന്ന് ഞാൻ നെഞ്ചത്തടിച്ച് വീട്ടുകാർ നിലവിളിക്കുന്നതാണ്. റിട്ടയർ ചെയ്ത ആളെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇന്നൊന്നുമില്ല എന്നാണ് ബാക്കി ജീവിതത്തിൽ. എല്ലാ ലൈഫും കഴിഞ്ഞു എന്നാണ്. ആണുങ്ങളാണെങ്കിൽ അപ്പം തന്നെ അയാൾ ഈസി ചെയറിലേക്ക് കയറും. ആ ഈസി ചെയറിൽ ഇരുന്നാൽ ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട്, വഴി കൂടി പോകുന്ന അസുഖം കൂടി വന്ന് പെട്ടെന്ന് ഇതാണ്. സ്ത്രീകളാകുമ്പോൾ അടുക്കളയിലേക്ക് കയറും. ഇപ്പം അങ്ങനെയാണ്. ഇപ്പം ഒരുപാട് പേര് റിട്ടയർമെൻറ്റ് കഴിയുമെന്ന് വെച്ചാൽ ഒരു കാലത്തിൻ്റെ തിരശ്ശീല വീഴുകയാണ്, മറ്റൊരു കാലത്തിന് തിരശ്ശീല ഉയരുകയാണ്. മാത്രമല്ല, കേരളം, നമ്മുടെ നാടെല്ലാം ഇപ്പോൾ ആയുർദൈർഘ്യം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ലൈഫ് എക്സ്പെക്ടൻസി കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ സർവീസിലിരുന്നതിനേക്കാൾ കൂടുതൽ കാലങ്ങളെല്ലാം ആളുകളെല്ലാവരും ജീവിക്കുകയാണ്. ആയുർദൈർഘ്യം കൂടിയത് കൊണ്ട് നമ്മുടെ പോപ്പുലേഷൻ ഡെമോഗ്രാഫിക് ചേഞ്ചസ് വരുന്നു എന്നുള്ളതാണ് നമ്മൾ ഇപ്രാവശ്യം മുന്നോട്ട് വെച്ച ബജറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയം. കാരണം ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് എന്ന് പറയുന്ന യങ്സ്റ്റേഴ്സിൻ്റെ പോപ്പുലേഷൻ തിന്നാവുകയും മറ്റ് പോപ്പുലേഷൻ വലുതായിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന വിസ്മയകരമായ ഒരു ഡെമോഗ്രാഫിക് ചേഞ്ചാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ സീനിയർ സിറ്റിസൺസിനെ കൂടി ഡെമോഗ്രാഫിക് ഡിവിഡൻഡാക്കി മാറ്റണം. അവരെ കൂടി കൺസ്ട്രക്റ്റീവാക്കി, അവരെ കൂടി ക്രിയേറ്റീവാക്കി മാറ്റി അവർക്ക് കൂടി കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയണം. റിട്ടയർമെൻറ്റ് കഴിഞ്ഞു എന്നോർത്ത് ജീവിതം അവസാനിക്കുന്നു. വേറൊരു കാലത്തിന്, ഒരു പുതിയ കാലത്തിന് തിരശ്ശീല ഉയരുകയാണ് എന്ന രീതിയിൽ വേണം നിങ്ങൾ 2 പേരും മുന്നോട്ട് പോകുന്നത്. നിങ്ങൾ 2 പേരും വളരെ ആക്റ്റീവായി കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളാണ്. ഒരുപാട് സാധ്യതകൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടാവും. അതെല്ലാം ഫലപ്രദമായി ഉപയോഗിച്ച് മുന്നോട്ട് പോകണം. ഞങ്ങൾ അധികാരത്തിൽ വരുമ്പോൾ വളരെ കുറച്ച് ദിവസമായിട്ട്, 1 മാസത്തിലധികം ചീഫ് സെക്രട്ടറി ആയിട്ട് ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുകയാണ്. ഈ റിട്ടയർ ചെയ്യാൻ പോകുമ്പോൾ 1 മാസം എന്ന് പറയുന്നത് സാധാരണ ഒരു ആലസ്യം പോകാൻ. പക്ഷെ അദ്ദേഹത്തിന് അതുണ്ടായിരുന്നില്ല. രാത്രിയും പകലും എന്നതുപോലെ ഒരു പുതിയ ഗവൺമെൻറ് അധികാരം ഏൽക്കുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. വളരെ പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. ഞങ്ങൾക്ക് തന്നെ മന്ത്രിസഭയുടെ വകുപ്പ് ചുമതല, ഉദ്യോഗസ്ഥരുടെ സ്ഥലമാറ്റം, ഗവർണറുടെ അഡ്രസ്, വൈറ്റ് പേപ്പറിൻ്റെ പ്രസൻറ്റേഷൻ, ബഡ്ജറ്റ്, ഇതെല്ലാം ഞങ്ങൾക്ക് 1 മാസത്തിനുള്ളിൽ ചെയ്യേണ്ടി വന്നു. അന്ന് അദ്ദേഹം എല്ലാ കാര്യത്തിലും കൂട്ടായി ഗവൺമെൻറ്റിൻ്റെ കൂടെ ഉണ്ടായിരുന്നതെന്ന് ഞാൻ ഈ അവസരത്തിൽ നന്ദിപൂർവ്വം സ്മരിക്കുന്നു. ശ്രീ രാജൻ ഗോപയുടെ ഞാൻ മാറി നിന്ന് നന്നായി വീക്ഷിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനായിരുന്നു. ഞാൻ പണ്ട് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നു. പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന നിലയിൽ ആ കമ്മിറ്റിയുടെ മുൻപാകെ പല കാര്യങ്ങൾക്കും ഉദ്യോഗസ്ഥരെല്ലാവരും വരും. ഞാനിപ്പോഴും സാധാരണ നിങ്ങളെല്ലാവരും ഇരിക്കുകയാണ്, ഒരാളെ മാത്രം അങ്ങനെ പറയാൻ പാടില്ല. പക്ഷെ റിട്ടയർ ചെയ്യുന്ന ദിവസമായതോടുകൂടിയാണ് ഞാൻ പ്രത്യേകം PAC, ഞാൻ ചെയർമാനായിരുന്ന PAC അദ്ദേഹത്തെ അഭിനന്ദിച്ചുകൊണ്ട് പ്രത്യേകമായ പരാമർശം നൽകി. ഒരു പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയും ഒരു ഉദ്യോഗസ്ഥനെ അഭിനന്ദിച്ചുകൊണ്ട് ഇതുവരെ മെൻഷൻ ചെയ്തിട്ടില്ല ഒന്നും. അത് ഓൺ റെക്കോർഡാണ് അദ്ദേഹത്തിന്. കാരണം അദ്ദേഹം ആ മീറ്റിങ്ങിൽ വരുമ്പോൾ വെൽ പ്രിപ്പയർഡ് ആയിട്ടാണ് മീറ്റിങ്ങിൽ വരുന്നത്. എനിക്ക് ഭയങ്കര സർപ്രൈസായിരുന്നു. വെൽ പ്രിപ്പയർഡ്, തൻ്റെ വകുപ്പിനെ പറ്റിയും ആ വിഷയത്തെ പറ്റിയുള്ള കംപ്ലീറ്റ് ഏത് ചോദ്യം എവിടെ നിന്ന് ചോദിച്ചാലും എല്ലാം വളരെ ഭംഗിയായിട്ട് നന്നായി സ്റ്റഡി ചെയ്തിട്ട് വന്നിരുന്ന ഒരാളാണ്. ഞാനത് പ്രത്യേകമായി ഈ അവസരത്തിൽ അനുസ്മരിക്കുകയാണ്. നമുക്കറിയാം, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, ഒരുപാട് പ്രസംഗിക്കുന്ന ഒരു അവസരമായിരുന്നു. നമ്മളെല്ലാവരും ചേർന്നൊരു ടീമായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. സെക്രട്ടേറിയറ്റിലെ ഉദ്യോഗസ്ഥന്മാർ, ഓൾ ഇന്ത്യ സർവീസിലെ ഉദ്യോഗസ്ഥന്മാർ എല്ലാവരും ചേർന്നൊരു ടീമായിട്ടാണ്
നമ്മൾ കേരളത്തിന് വേണ്ടി നമ്മളെല്ലാവരും വർക്ക് ചെയ്യണം. ഒരുമിച്ച് നിന്നുകൊണ്ട് ഒരാൾക്കും ഒറ്റയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത കാലമാണ്. ഒന്നും ചെയ്യാൻ പറ്റില്ല. എനിക്ക് ഒറ്റയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒരു ടീമാണ് നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കുന്നത്. നമുക്ക് കേരളം, ഞാൻ ഇന്നലെ നിയമസഭയിൽ പറഞ്ഞതുപോലെ, വല്ലാത്തൊരു ഘട്ടത്തിൽ എത്തിയിരിക്കുകയാണ്. ഇതിങ്ങനെ വിട്ടാൽ എവിടെയെങ്കിലും പോയി വണ്ടി ഇടിച്ചു, അങ്ങനെ ഇടിച്ചു നിൽക്കാൻ നമ്മൾ അനുവദിക്കരുത്. ദിസ് ഈസ് ദ റൈറ്റ് ടൈം ഫോർ എ ചേഞ്ച്. നമുക്ക് അടിസ്ഥാനപരമായ കാര്യങ്ങളിൽ ഒരുപാട് മാറ്റം വരും. കേരളത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകണം. എല്ലാ രംഗങ്ങളിലും മാറ്റങ്ങൾ ഉണ്ടാകണം. അതിന് എല്ലാവരും ഒരു കുടുംബത്തിലെ അംഗങ്ങളെ പോലെ തന്നെ ഒരുമിച്ച് നിന്നുകൊണ്ട് നമ്മുടെ കേരളത്തിൻ്റെ മാറ്റങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണം. ഇനി ഞാൻ വിനയപൂർവ്വം ഈ അവസരത്തിൽ അഭ്യർത്ഥിച്ചുകൊണ്ട് ശ്രീ ഡോക്ടറെ ജയതിലകിനെയും ശ്രീ രാജൻ ഡോക്ടറുടെയും പ്രത്യേക അഭിനന്ദിക്കുകയും ആശംസിക്കുകയും എല്ലാ മംഗളങ്ങളും അവരുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഇനിയും ചെയ്യാൻ അവർക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചൊല്ലും.